തന്റെ പിതാവിന് ലഭിച്ചിരുന്ന ജനപിന്തുണ തനിക്കും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ. UDFന് നഷ്ടപ്പെട്ട മണ്ഡലത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നും മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകനായ അബ്ദുൽ ഗഫൂർ പ്രതികരിച്ചു. മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അബ്ദുൽ ഗഫൂർ ആയിരുന്നു കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ UDFിൻ്റെ സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ രസകരമായിട്ടുള്ളതും ഒപ്പം തന്നെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ പങ്കുവെക്കാൻ അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെയായിരുന്നു സാർ, കഴിഞ്ഞ ഏകദേശം 3 ആഴ്ചയോളം നീണ്ടു നിന്നൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളായിരുന്നു. മണ്ഡലത്തിൽ താങ്കൾ പുതിയതല്ല, വലിയ പരിചയമുണ്ട്. എങ്ങനെയായിരുന്നു ഈ തവണ വോട്ട് തേടി ഇറങ്ങിയപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നൊരു പ്രതികരണം? വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇപ്രാവശ്യം തിരഞ്ഞെടുപ്പിന് ക്യാമ്പയിന് വേണ്ടി കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും എത്തിപ്പെടാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു ശരിക്കും. നല്ലൊരു എക്സ്പീരിയൻസാണ് കിട്ടിയത്. നമ്മൾ ചെന്ന സ്ഥലങ്ങളിൽ കണ്ട ആളുകൾ ഒക്കെ നല്ല സ്വീകരണമാണ് തന്നത്. അവരുടെ സന്തോഷവും സ്നേഹവും ശരിക്കും ഇന്നും മനസ്സിലുണ്ട്. മാത്രമല്ല, താങ്കളുടെ പിതാവ് പ്രതിനിധീകരിച്ചിരുന്നൊരു മണ്ഡലത്തിലേക്കാണ് ഇപ്പോൾ വീണ്ടും താങ്കൾ വോട്ട് തേടി എത്തുമ്പോൾ. പിതാവിൻ്റെ ഒരു വേർപാടിന് ശേഷം എങ്ങനെയായിരുന്നു അന്നത്തെ സഹപ്രവർത്തകരടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ, അങ്ങനെ അത്തരം ബന്ധമുള്ള ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? എവിടെ ചെന്നാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു. അദ്ദേഹവുമായിട്ട് അടുപ്പമുണ്ടായിരുന്നവർ, കൂടെ ജോലി ചെയ്തവർ, കൂടെ പഠിച്ചവർ, അല്ലെങ്കിൽ 10 വർഷക്കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചപ്പോൾ അടുത്ത് നിന്ന് പ്രവർത്തിച്ച സഹപ്രവർത്തകർ, അങ്ങനെ അത് എല്ലാ തരത്തിലുള്ള ആളുകളും, അത് ചെറുപ്പക്കാർ മുതൽ പ്രായമുള്ളവർ വരെ ആ ഗണത്തിൽപ്പെടുന്ന ആളുകൾ നമ്മളോട് വന്ന് സ്നേഹവും സന്തോഷവും അവരുടെ വൈകാരികതയൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ ശരിക്കും നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ. കാരണം അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ഈ ക്യാമ്പയിൻ സഹായിച്ചു എന്നുള്ളതാണ് ശരി. അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റിയ ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇതിനിടെ? അല്ല, ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച, അല്ലെങ്കിൽ അദ്ദേഹം സഹായിച്ചതിനപ്പുറം ടൈംലി ആയിട്ടുള്ള ഒരു സഹായമുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് 10 ദിവസത്തിനുള്ളിൽ, ഒരാഴ്ചക്കുള്ളിൽ ഒരാളെന്നോട് ബൈപ്പാസ് സർജറി കഴിഞ്ഞ ഒരാൾ, എനിക്ക് അദ്ദേഹത്തെ അറിയ പോലുമില്ല, റാൻഡം ഞാൻ ഒരു വീട്ടിൽ കയറുമ്പോഴാണ് അദ്ദേഹം എന്നോട് പറയുന്നത്, ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് അദ്ദേഹം എന്നെ സഹായിച്ചുകൊണ്ടാണ്. ബൈപ്പാസിന് വേണ്ടി പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ദിവസം കൊണ്ട് ആ ബൈപ്പാസിനുള്ള പൈസ സാങ്ഷൻ ആവുന്നതും അത് ലഭിക്കുന്നതും സർജറി നടത്തുന്നതും അദ്ദേഹം ഭയങ്കര വൈകാരികമായിട്ടാണ് പറഞ്ഞത്. പിന്നെ റോഡുകളിൽ നമ്മൾ പോകുമ്പോൾ റോഡിലെ കച്ചവടക്കാർ, അങ്ങനെ പല ആളുകളൊക്കെ വന്ന് കോവിഡിന് ശേഷം അവർ സർവൈവ് ചെയ്ത കഥകൾ, അങ്ങനെ പല കാര്യങ്ങളും വൈകാരികമായി നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് കുറേയൊക്കെ അറിയാൻ നമുക്ക് സാധിച്ചു ഈ ക്യാമ്പയിനിൽ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്തായാലും കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് എന്താണ് UDFന് ഒരു തിരിച്ചുവരവ് കളമശ്ശേരിയെ സംബന്ധിച്ചുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്? UDF തീർച്ചയായിട്ടും കളമശ്ശേരിയിൽ തിരിച്ചു വരും. കേരളത്തിലും UDF തന്നെ തിരിച്ചു വരും. അതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ലൊരു വിജയം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് കളമശ്ശേരിയിൽ വിജയിച്ച് കഴിയുമ്പോൾ എന്താണ് ഇനി ബാക്കി ഉടനടി ചെയ്യാനായിട്ട് മണ്ഡലത്തിൽ ഉദ്ദേശിക്കുന്ന ചില എന്തെങ്കിലും പദ്ധതികൾ, അത് ഈ പ്രചരണ കാലഘട്ടത്തിൽ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അല്ല, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തെ ഒരു വാക്വം ഉണ്ട്. ആ വാക്വം ഒറ്റയടിക്ക് നികത്താൽ സാധ്യമാവില്ല. പക്ഷേ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വിജയിച്ചാൽ ആ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കും. ഏതായാലും വളരെയധികം നന്ദി. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒരു വൈകാരിക ബന്ധം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഏതായാലും അത് വോട്ടായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി.